ഒളിച്ചോട്ടം ക്യാൻസലായി. നല്ല കാര്യം, ബോധമൊക്കെ വെച്ച് തുടങ്ങിയല്ലോ നിനക്ക്. എന്നാലും അങ്ങർക്ക് ഇത്ര പ്രായമായില്ലേ, അയക്കൊരു ബോധമില്ലേ ഒളിച്ചോടാൻ പോലും. ചേട്ടൻ ചുമ്മാ പറഞ്ഞതാ, ഞാനാ സീരിയസ് ആയിട്ട് എടുത്തേ. ഓ എന്നാ ഓക്കെ. ഒളിച്ചോടാനെല്ലാം പാക്ക് വരെ ചെയ്ത്. എന്റെ അവസ്ഥയൊന്ന് ചേട്ടന് മനസ്സിലാക്കിക്കൂടെ? അച്ഛേ, പുള്ളിക്കാരന്റെ സൈഡ് നീ ഒന്ന് ആലോചിക്കേ. അയാൾക്ക് ഇത്ര വയസ്സായി, നിനക്ക് കിട്ടിയതിനെക്കാട്ടി കൂടുതൽ വഴക്ക് പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ടോ? ശരിയാ, എന്നെ പറ്റി ആകെ നെഗറ്റീവ് എന്ന് പറയാനുള്ളത് എനിക്ക് മെച്ചൂരിറ്റി ഇല്ലാന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. എന്നാ പുള്ളിക്കാരന്റെ കാര്യത്തിലോ? എല്ലാരും നെഗറ്റീവ് മാത്രമേ പറയാറുള്ളൂ, ഒരു പോസിറ്റീവ് പോലും പറയാറില്ല. എന്നുവെച്ചാ ഞാനൊരു പെണ്ണല്ലേ, എന്നെ എല്ലാരും കംഫർട്ടബിൾ ആക്കാനേ നോക്കും. അവരൊക്കെ പറയുന്ന ഞാനൊരു പാവമാണെന്നാ. പക്ഷെ പുള്ളിക്കാരന്റെ കേസിൽ അവരെല്ലാരും പറയുന്നേ, അവൻ നിന്നെക്കാളും 10 വയസ്സിന് മൂത്തതാ, അവൻ നിന്നെ പറ്റിക്കും, അവൻ നിന്റെ മനസ്സ് വളച്ചൊടിക്കും, അയാൾക്ക് എന്നെ പോലെ പ്രായം കുറഞ്ഞ ഒരാളോട് പ്രേമം തോന്നുന്നത് ലോക ഉടായിപ്പാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെയാ. ആ ചേട്ടൻ പാവം, നല്ല സ്ട്രെസ് അടിച്ചിരിപ്പുണ്ടാവും. ശരിയാ, പാവം. ഞാൻ ചേട്ടനോട് നേരിട്ട് കണ്ടൊരു സോറി പറയാം. ആ പോയി പറ. പറഞ്ഞത് മനസ്സിലായില്ല. എന്നിട്ട് എന്തായി വക്കീല്? ഇതാരാ? അശ്വതി, നീ എന്താ ഇവിടെ? ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് അങ്ങനെ കേറിയതാ. ഇത് ഷമീന, അജിന്റെ ഓഫീസിലെ പുതിയ ജൂനിയറാ. ഷമീന, ഇത് അശ്വതി. ബുക്കിന്റെ ഉള്ളിൽ സാധാരണ പേനയാണല്ലോ ഉണ്ടാവാ, ഇതെന്താ പൂവൊക്കെ? പണ്ട് മയിൽപ്പീലിയായിരുന്നു ഞങ്ങളൊക്കെ ബുക്കിൽ വെച്ചോണ്ട്. ഞാൻ വെറുതെ വന്നതാ, പോവാ. ആ ശരി ശരി. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് കേസിന്റെ കാര്യം. ഇവർ രണ്ടാമത്തെ കുറ്റമാണ് ചെയ്തേക്കുന്നത്. ചേച്ചി, ചേച്ചിക്ക് എത്ര വയസ്സായി? എനിക്കോ? എനിക്ക് 26. എന്താ മോളെ? ബുക്കിൽ ശരിക്കും പേനയാ വെക്കേണ്ടത്. ചേച്ചിക്ക് മെച്ചൂരിറ്റി ഉള്ളതുകൊണ്ടാ ചേച്ചി ശരി പറഞ്ഞേ. എനിക്ക് മെച്ചൂരിറ്റി ഇല്ലാത്തോണ്ടായിരിക്കും ഞാൻ ഈ ബുക്കിൽ പൂവൊക്കെ കൊണ്ട് നടക്കുന്നേ. ഞാൻ പോട്ടെ.